വേറൊരു ഷോർട്ട് കട്ടും കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളോട് പറഞ്ഞു ഇന്റർവ്യൂസിന് വരുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ അത്. നമ്മളോട് പറഞ്ഞു 1 തൊട്ട് 10,000 വരെ സീരിയൽ നമ്പർ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, 1 to 10,000 സീരിയൽ നമ്പർ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം 1 കൊടുത്തു, 2 കൊടുത്തു. ഈ ഈ പ്രോസസ്സ് അറിയാത്ത ആൾക്കാര് പെട്ടുപോകും. ഈ പ്രോസസ്സ് അറിയുന്ന ആൾക്കാർ ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് 10,000 വരെ പോകും. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇന്റർവ്യൂർ പറയും എന്ത്, ഓക്കെ ഫൈൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിടും. ഓക്കെ, ഇന്റർവ്യൂ കിട്ടൂല എന്നല്ല ഞാൻ പറഞ്ഞത്, ഫൈൻ കുഴപ്പമില്ല എന്ന് അവർ പറയാം. ഓക്കെ, എന്നാൽ 10,000 വരെയുള്ളൊക്കെ സീരിയൽ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതിലാണ് നമ്മുടെ ഫിൽ ഓപ്ഷൻ ഇവിടെ ഉള്ളത്. നോക്കിക്കോളൂ. ഞാൻ ആദ്യത്തെ നമ്പർ മാത്രം എൻ്റർ ചെയ്യണം. എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ മാത്രം ഞാൻ എൻ്റർ ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഈ ഫിൽ ഓപ്ഷനിൽ വരിക. ഫിൽ ഓപ്ഷനിൽ വന്നാൽ നമുക്കൊരു സീരീസ് ഇവിടെ കാണാൻ പറ്റും. എവിടെയാണ് ഫില്ല് ഉള്ളത് നോക്കിയോ. എഡിറ്റിംഗ് സെക്ഷനകത്ത് ഈ കാണുന്ന ആളാണ് ഫില്ല്. കണ്ടോ ഈ താഴോട്ടേക്ക് ഒരു ആരോ കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ സീരീസ് കാണാൻ പറ്റും. ഓക്കെ, ഈ സീരീസിൽ ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന ഡയലോഗ് ബോക്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സീരീസ് ഇൻ റോസ് ഓർ കോളംസ് എന്നാ. നമ്മൾ കൊടുക്കുന്ന സീരീസ് റോ വൈസ് ആയിട്ടാണോ വേണ്ടേ, കോളം വൈസ് ആയിട്ടാണോ വേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്കിവിടെ കോളത്തിലാണ് സീരീസ് വരേണ്ടതെങ്കിൽ കോളം വൈസ്. അപ്പൊ നിങ്ങൾ ആ ഇന്റർവ്യൂവിന് അടുത്ത ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുക ചെയ്യുക, സാറേ സീരിയൽ നമ്പർ കോളം വൈസ് ആണോ സാറിന് നമുക്ക് വേണ്ടത്, റോ വൈസ് ആണോ വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ തന്നെ നിങ്ങൾ ആ ഇന്റർവ്യൂ പകുതി പാസ്സായി. കാരണം നിങ്ങൾക്ക് ഈ പ്രോസസ്സ് അറിയാമെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഓക്കെ, ഈ റോ വൈസ് ആണോ വേണ്ടത്. റോ വൈസ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റോയിൽ പോകും. കോളം വൈസ് ആണെങ്കിൽ ഇങ്ങനെ കോളത്തിനകത്തോട്ട് വരും. സീരീസ് ഇൻ കോളംസ്. ഓക്കെ, രണ്ടാമത്തത് ടൈപ്പ് ലീനിയർ ആണോ ജോമെട്രിക് ആണോ, അതായത് ഗ്രോത്ത് ആണോ ഡേറ്റ് ആണോ ഓട്ടോഫിൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ സോറി, ഇതിൽ ലീനിയർ എന്താന്ന് വെച്ചാല് നമ്മള് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സീരീസ് കൊടുക്കുമ്പോൾ ഒരാളായിരിക്കും എപ്പോഴും കോമൺ ഡിഫറൻസ് ഉണ്ടാവുക. നമ്മുടെ മാത്സ് 10th മാത്സ് പഠിച്ചിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെ. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡിഫറൻസ് 5 ആണെങ്കിൽ പിന്നെ 6 വരും, പിന്നെ 11 വരും, പിന്നെ 16 വരും, പിന്നെ 21 വരും. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇനി നമ്മൾ കൊടുക്കുന്ന സീരീസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ 2 വരും, 3 വരും, 4 വരും, 5 വരും. അതാണ് ലീനിയർ. എപ്പോഴും ലീനിയർ ആയിട്ട് ആ ഒരു കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഓക്കെ, ഗ്രോത്ത് ആകുമ്പോൾ ജോമെട്രിക് ആയിരിക്കും. ഓക്കെ, നമുക്ക് ജോമെട്രിക് പ്രോഗ്രഷനിലെ ജോമെട്രിക് ആയിട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ആക്ച്വലി നമുക്ക് ആ ലീനിയർ മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ടൈപ്പ് ലീനിയർ തന്നെ വേണം. ഓക്കെ, സ്റ്റെപ്പ് വാല്യൂ 1 ആണ്. അതായത് ഇതിൽ നിന്ന് എത്രയാണ് കൂടേണ്ടത്, 2 3 4 എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് വാല്യൂ 1 ആണ്. സ്റ്റോപ്പ് വാല്യൂ എത്ര കൊടുക്കേണ്ടത്, അതാണ് നമ്മളോട് വരുന്ന ക്വസ്റ്റ്യൻ. 10,000 ആണെങ്കിൽ 10,000 കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഒറ്റയടിക്ക് 10,000 വരെയുള്ള ഓട്ടോഫിൽ ഇവിടെ നടന്നു. കണ്ടോ, ഒരിക്കൽ കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു 1,500 ചെയ്ത് നോക്കാം. എനിക്ക് 50-ൽ നിന്ന് തുടങ്ങി 1,550 വരെ ചെയ്യണമെന്നിരിക്കാം. ഇപ്പൊ നമ്മൾ 50 ഇട്ട് കൊടുക്കണം, ഫസ്റ്റ് താളം ഇട്ട് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, അയാളെ ഒന്ന് സെലക്ടും ചെയ്യണേ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫില്ലിൽ പോവുക. ഫില്ലിൽ പോയതിനു ശേഷം സീരീസ് എടുക്കുക. ഓക്കെ, സീരീസ് എടുത്തതിന് ശേഷം സീരീസ് റോയിലാണോ കോളത്തിലാണോ വേണ്ടത്, എനിക്ക് കോളത്തിലാണ് വേണ്ടത്. കോളം ഇട്ട് കൊടുക്കുക. ലീനിയർ ആയിട്ടുള്ള ഗ്രോത്താ വേണ്ടത്. സ്റ്റെപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ 51 52 53 ഒന്നൊന്ന് കൂടിയിട്ടാണ് വേണ്ടത്. അപ്പൊ സ്റ്റെപ്പ് വാല്യൂ 1 കിടപ്പുണ്ട്. 1,550 വരെയാണ് എനിക്ക് വരേണ്ടത്. 1,550 ഇട്ട് കൊടുത്താൽ 50 തൊട്ട് 1,550 വരെയുള്ള ഓട്ടോഫില്ല് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സീരീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മൾ അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ആള് തന്നെ നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും, കോളം വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് റോ വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ എനിക്കൊരു 105 തൊട്ട് 5 ഇൻക്രീസ് ചെയ്യണം. ഒന്നല്ല ഇൻക്രീസ് ചെയ്യേണ്ടത്, 5 ഇൻക്രീസ് ചെയ്യണം. അപ്പൊ 110 115 120 ഇങ്ങനെ വരണം. സീരീസ് റോ റോ വൈസ് ആണ് സീരീസ് എനിക്ക് വേണ്ടത്. ലീനിയർ ഗ്രോത്ത് 5 തന്നെയാണ് വേണ്ടത്. സ്റ്റെപ്പ് വാല്യൂ 1 പോരാ, 5 വേണം എനിക്ക്. സ്റ്റോപ്പ് വാല്യൂ ഒരു 130 ഒരു 150 വരെ കിടക്കട്ടെ.
അഞ്ച് കൂടി 150 പോയിട്ട് നിൽക്കും. കണ്ട 10, 15, 20, 25, 30, 35, 40, 45, 150 പോയിട്ട് സ്റ്റോപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ഇനി ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് സീരീസിനകത്തുള്ള അടുത്തൊരു യൂസ്ഫുൾനെസ് ആണ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ഗുഡ് എക്സ്പ്ലനേഷൻ. താങ്ക്സ് സാഹിർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ പറഞ്ഞത് മാത്രം? ഏത് 5 വെച്ചിട്ട് ചെയ്യുന്നതാ? അതായത് എനിക്ക് ഇവിടെ ഒരു സീരീസ് പ്രിപ്പയർ ചെയ്യണം. നമ്മളൊരു തമാശ രീതിയിലാണ് അങ്ങനത്തെ ഒന്ന് സിറ്റുവേഷൻ, ഓഫീസിൽ വരുന്ന സിറ്റുവേഷൻ വേറെ ആയിരിക്കും. ഞാനൊരു തമാശ രീതിയിലാണ് സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരു 150 തൊട്ട് അല്ലെങ്കിൽ ഒരു 200 തൊട്ട് പിന്നെ 100, 100, 100 അല്ലെങ്കിൽ 300, 200-ന് ശേഷം ഒരു 200 കൂടുതൽ വരണം. അതായത് 200 ഇവിടെ വരണം, 400 പിന്നെ വരണം, 600 പിന്നെ വരണം. അങ്ങനെ എനിക്കൊരു 2000 വരെ ഉള്ളത് ഇങ്ങനെ കൊടുക്കണം, ഇവിടെ സീരീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നായിരിക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റത്തെ ഡിജിറ്റ് നമ്മൾ എൻ്റർ ചെയ്യണം. ഫസ്റ്റത്തെ ഡിജിറ്റ് ഞാൻ എൻ്റർ ചെയ്തു. എന്നിട്ട് ആ ഡിജിറ്റ് ഒന്ന് ആ ഫസ്റ്റത്തെ സെല്ലൊന്ന് സെലക്ട് ചെയ്യണം. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നില്ലേ. അങ്ങനെയും ഡൗട്ട് വരണ്ട. ഇതാ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ എഡിറ്റിംഗ് സെക്ഷനകത്ത് ഞാൻ ഇങ്ങനെ ഒരു സർക്കിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ ചോദിക്കണം. എഡിറ്റിംഗ് സെക്ഷനകത്ത് ഈ കാണുന്ന ആളാണ് ഫില്ല്. കണ്ടോ? ഈ ഫില്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സീരീസ് കാണാൻ പറ്റും. ഈ സീരീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീരീസ് കൊടുക്കേണ്ടത് റോയ്ക്കകത്താണോ കോളത്തിനകത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കിവിടെ ഞാൻ റോയ്ക്കകത്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ റോ കിടക്കട്ടെ. ഓക്കെ. കോളം കൊടുത്താൽ നമുക്ക് സീരീസ് ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. റോ കൊടുത്താൽ ഇങ്ങനെ വരും. ഓക്കെ. നമുക്ക് ലീനിയർ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് വേണ്ടത്. എപ്പോഴും 200, 200 വെച്ച് കൂടുകയാണ് വേണ്ടത്. ഇപ്പൊ 200-ന്റെ കൂടെ സ്റ്റെപ്പ് വാല്യൂ എത്ര കൊടുക്കണ്ടേ? ഒന്ന് മാറ്റിയിട്ട് 200 ആക്കി കൊടുക്കുക. ഇപ്പൊ 400 വരും, 600 വരും, 800 വരും. സ്റ്റോപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2400 ഇട്ട് കൊടുക്കാം. അപ്പൊ 200 വെച്ച് കൂടി കൂടി 2400 വരെ സീരീസ് ഇവിടെ ഒറ്റയടിക്ക് ജനറേറ്റ് ആയി വരും. ഓക്കെ. ഡൗട്ട് ഉണ്ടേ ചോദിക്കണേ. ഇനി ഇതിനകത്ത് തന്നെ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്, ഡേറ്റ്സ് എന്ന് പറയും. അത് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാനിവിടെ 1 തൊട്ട് 30-ാം തീയതി വരെയുള്ള ഡേറ്റ് എനിക്ക് എടുക്കണം. അല്ലെങ്കിൽ ഇന്ന് തൊട്ട് അടുത്ത വർഷം മാർച്ച് 31-ാം തീയതി വരെയുള്ള ഡേറ്റ്സ് ആണ് എനിക്ക് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ മാസം തൊട്ട് 01/05/2026 കൊടുത്തു. ഓക്കെ. ഇനി ഞാൻ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് അടുത്ത വർഷം 31/3/2027 എൻ്റർ ചെയ്യണം. ഓക്കെ. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് സീരീസ് ഉപയോഗിക്കാൻ പറ്റും. 1/5/2026 സീരീസ് ഓപ്പൺ ആക്കുക. നമുക്ക് വേണ്ടത് കോളം വൈസ് ആണെങ്കിൽ കോളത്തിൽ ഇട്ട് കൊടുക്കുക. ഇത് കോളം വൈസ് ഡാറ്റ വരും. ഡേറ്റ് ആണെന്ന് ഓട്ടോമാറ്റിക്കലി അവർ അവിടെ റീഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡേറ്റിന്റെ യൂണിറ്റ് ഡേ ആണോ? ഡേ ഇട്ടിട്ട് 1 ഇട്ട് കൊടുത്താൽ 1 ആവും, 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും, 6 ആവും, 7 ആവും. ഓക്കെ. വീക്ക് ഡേ ഇട്ട് കൊടുത്താൽ ഡേ ഇട്ട് കൊടുത്ത് കാണിച്ചു തരാം. ഡേ ഇട്ടു, ഡേറ്റ് യൂണിറ്റ് ഡേ ഇട്ടു, സ്റ്റെപ്പ് വാല്യൂ 1 ഇട്ടു, സ്റ്റോപ്പ് വാല്യൂ പറഞ്ഞിട്ട് 31/03/2027 ഇട്ട് കൊടുത്താൽ ഈ കോളത്തിനകത്ത് ഡേകൾ കൂടും. എത്രയായിട്ട്? 2 വരും, 3 വരും, 4 വരും, 5 വരും. അങ്ങനെ എവിടെ പോയിട്ട് നിൽക്കും? 31/3/2027 പോയിട്ട് നിൽക്കും. കണ്ടോ? 335 റോസ് ഒറ്റയടിക്ക് ഫില്ലായി. എവിടെ പോയി നിന്നു? അടുത്ത ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ പോയിട്ട് നിന്നു. പക്ഷെ ഇവിടെ വരുന്ന ഗ്രോത്ത് എത്രയാണ്? 1, 2, 3, 4 ഓരോ ദിവസങ്ങളായിരിക്കും കൂടി കൂടി വരുന്നുണ്ടാവുക. അതാണ് ആ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സീരീസ് ഡേറ്റിൽ ഡേ ഇട്ട് കൊടുത്തു. ഓക്കെ. ഇനി ഈ ഡേ തന്നെ എല്ലാ 5 ദിവസം കഴിയുമ്പോഴുള്ള ഡേറ്റ്സ് ആണ് എനിക്ക് വേണ്ടതെന്ന് ഇരിക്കുക. ഇപ്പൊ സ്റ്റെപ്പ് വാല്യൂ 5 ഇട്ട് കൊടുത്താൽ മതി. സ്റ്റോപ്പ് വാല്യൂ നേരത്തെ പോലെ 31/03/2027 ഇട്ട് കൊടുത്താല് 31/03/2027 വരെ 1 കഴിഞ്ഞാൽ പിന്നെ 6 വരും, 6 കഴിഞ്ഞാൽ പിന്നെ 11 വരും, 11 കഴിഞ്ഞാൽ പിന്നെ 16 വരും. ഡേറ്റുകളാണ്. 31/03/2027 വരെ വരും. ഒരു മിസ്റ്റേക്ക് പറ്റിയത്, അത് ഞാൻ എന്താ ഇട്ട് കൊടുത്തു? മീൻസ് റോ വാല്യൂ ഇട്ട് കൊടുത്തു. അതുകൊണ്ടാണ് റോയിൽ വന്ന്. കുഴപ്പമില്ല. 1 വന്നു, 6 വന്നു, കണ്ടാ 11 വന്നു, 16 വന്നു, 21 വന്നു. എവിടെ പോയി നിൽക്കാന്നറിയാവോ? 27/3/2027. 31/3/2027 ഈ ലിസ്റ്റിൽ വരാത്തത് കൊണ്ട് അതിന്റെ തൊട്ട് മുമ്പ് പോയിട്ട് നിന്നും ചെയ്തു. ഇവിടുത്തെ സ്റ്റെപ്പ് വാല്യൂ എത്രയാണ് ഞാൻ കൊടുത്തേ? എത്രയായിരുന്നു കൊടുത്തത്? 5 ദിവസങ്ങൾ കൂടി കൂടി പോകും. ദിവസങ്ങളാവും അവിടുത്തെ സ്റ്റെപ്പ് വാല്യൂ വരുന്നുണ്ടാവും. ഓക്കെ. ഇനി അടുത്തത്
01/05/2026 ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത നമ്മളോട് ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം, എല്ലാ വീക്ക് ഡേയ്സ് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ സൺഡേ സ്കിപ്പ് ചെയ്യണം. അയ്യോ, ഞാൻ കണ്ടിട്ട് പലരും ചെയ്യുന്നത്. എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഇവര് ചിലർക്ക് സീരീസ് അറിയാം. സീരീസിൽ പോയിട്ട് സീരീസ് എടുത്തിട്ട് സ്റ്റോപ്പ് വാല്യൂ ഒക്കെ കൊടുത്തിട്ട് ആ ഡേറ്റ് ഇടും. എന്നിട്ട് പിന്നെ സാറ്റർഡേയും സൺഡേയും വരുന്ന ഡേകൾ, എല്ലാ 7 ദിവസം കഴിയുമ്പോൾ വരുന്ന റോകളും ഡിലീറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ആക്ച്വലി നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോ കോളം വൈസാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എനിക്ക് ഡേറ്റ് ആണ്, ഡേ അല്ല യൂണിറ്റ് വേണ്ടത്, വീക്ക് ഡേ ആണ് യൂണിറ്റ് വേണ്ടത്. വീക്ക് ഡേ, വീക്ക് ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ. വീക്ക് ഡേ എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ. ഓക്കെ. സ്റ്റോപ്പ് വാല്യൂ 1 മതി. എനിക്ക് സ്റ്റോപ്പ് വാല്യൂ വേണ്ടത് 31/03/2027. അതായത് ഈ ഡേറ്റ് തൊട്ട് 31/03/2027 വരെയുള്ള എല്ലാ വീക്ക് ഡേയ്സും നമുക്ക് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 1-ാം തീയതി വന്നു, പക്ഷെ 4-ാം തീയതി 5-ാം തീയതി അടുത്തത്. 2ഉം 3ഉം എവിടെ പോയി? ആക്ച്വലി ആ 2ഉം 3ഉം എന്തായിരുന്നു? സാറ്റർഡേയും സൺഡേ ആയിരുന്നു. ഇനി നോക്കോ, 8-ാം തീയതിയാണ് ഈ കാണുന്നത്. പിന്നെ 9ഉം 10ഉം കാണൂല. 8 കഴിഞ്ഞു, 9 ഇല്ല, 10 ഇല്ല, 11-ലോട്ട് വന്നു. അതാണ് വീക്ക് ഡേയ്സ് എന്ന് പറയുന്ന ഫെസിലിറ്റി. ഇനി സീരീസിനകത്തുള്ളതാണ് മന്തുകൾ. ഓക്കെ. എല്ലാ മന്തിന്റെയും ആ ഡേറ്റ് മാത്രം, ഒരു പെർട്ടിക്കുലർ ഡേറ്റ് മാത്രം കിട്ടും. ഇത് ഡേ വെച്ചിട്ട് 30 ദിവസം കൂട്ടിയിട്ട് അതിലൊരു പ്രശ്നമുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്ക് ചെക്ക് സബ്മിറ്റ് ചെയ്യാൻ ഒരു ഡേറ്റ് ഉണ്ട്. എല്ലാ മാസവും 27-ാം തീയതി ആകുമ്പോൾ ചെക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. എല്ലാ മാസവും 27-ാം തീയതി ആകുമ്പോൾ ചെക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം 27 എന്ന് പറയുന്ന ഡേറ്റ്, ഈ മാസം എന്ന് പറയുന്നത് 27/05/2026. പിന്നെ അടുത്ത മാസം എന്ന് പറയുന്നത് 27/06/2026. ഇങ്ങനെയാണ് നമുക്ക് ഡേറ്റ് കിട്ടേണ്ടത്. ഓക്കെ. ഇവിടെ നമ്മൾ ഡേ വെച്ചിട്ട് സീരീസ് എടുത്താലുള്ള ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഡേ ഇട്ടു, 30 ദിവസം കൂട്ടിയിട്ടു, സ്റ്റോപ്പ് വാല്യൂ കൊണ്ടുപോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുത്തു. ഓക്കെ. കുറച്ച് വലിയൊരു ഡേറ്റ് ഇട്ടു. ഇപ്പൊ നമുക്ക് 27 കഴിഞ്ഞ് പിന്നെ 27 അല്ല 26 വരിക, ചിലത് 25 വരും. റീസൺ എന്താ വെച്ചാൽ ഇതിന്റെ ഇടയിൽ 31 ദിവസം ഉള്ളതുണ്ടെങ്കിൽ പ്രശ്നം വരും. ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് എറർ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ മന്ത് ആണ് കൊടുക്കേണ്ടത്. നോക്കിയോ, 27/5/2026 സീരീസിൽ പോയിട്ട് കോളം വൈസ് ആണെങ്കിൽ കോളം വൈസ് ഇടുക, മന്ത് ഇട്ട് കൊടുക്കുക, ഒരൊറ്റ മന്ത് വാല്യൂ, സ്റ്റോപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 31/03/2027 ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്താൽ കണ്ട എല്ലാ മാസത്തിന്റെയും 27-ാം തീയതി ചെക്ക് സബ്മിറ്റ് ചെയ്യേണ്ട പ്രോപ്പർ ഡേറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ. വളരെ യൂസ്ഫുൾ ആണ് ഈ പറയുന്ന ഫെസിലിറ്റി. അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ എക്സൽ ഉപയോഗിക്കുന്ന സാഹചര്യം വരുമ്പോൾ എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും.